നമസ്കാരം. കാശിയിലെ ഗ്യാൻവാപി പള്ളിയിൽ ഹൈന്ദവ വിഭാഗത്തിന് പൂജ തുടരാമെന്ന സുപ്രധാന പരാമർശവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കോടതി. പൂജ നടത്തുന്നത് തടയണം എന്ന മുസ്ലിം വിഭാഗത്തിന്റെ ആവശ്യം കോടതി അംഗീകരിച്ചിട്ടുമില്ല. ധൃതി പിടിച്ച് ഉത്തരവിൽ നടപ്പിലാക്കി എന്നുള്ള മുസ്ലിം വിഭാഗത്തിന്റെ വാദങ്ങൾ തള്ളിയ കോടതി പൂജയ്ക്ക് ഇടക്കാല സ്റ്റേ നൽകണം എന്ന മുസ്ലിം വിഭാഗത്തിന്റെ ആവശ്യവും അംഗീകരിച്ചിട്ടില്ല. കേസിൽ ജില്ലാ കോടതി ഉത്തരവിനെതിരെയുള്ള അപ്പീൽ എന്ന രീതിയിൽ ഹർജിയിൽ ഭേദഗതി വരുത്താൻ പള്ളി കമ്മിറ്റിക്ക് കോടതി നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. ഒപ്പം ഗ്യാൻവാപി പള്ളിയിലും സമീപ പ്രദേശങ്ങളിലുമെല്ലാം ക്രമസമാധാനം ഉറപ്പിക്കാൻ ഉത്തർപ്രദേശ് സംസ്ഥാന സർക്കാരിനും കോടതിയുടെ ഭാഗത്തു നിന്നും നിർദ്ദേശം വന്നിരിക്കുന്നു. വാരണാസി ജില്ലാ കോടതി ഉത്തരവ് പ്രകാരം ഇന്നും പള്ളിയുടെ തെക്ക് ഭാഗത്തുള്ള നിലവറകളിൽ പൂജ നടന്നിട്ടുണ്ട്. ഗ്യാൻവാപിയിലെ നീതി നടപ്പാക്കണം, 1991 ആരാധനാലയ നിയമം സംരക്ഷിക്കണം എന്നീ ആവശ്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ലീഗിന്റെ എംപിമാർ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ ധർണ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ജില്ലാ കോടതി ഉത്തരവ് വന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഗ്യാൻവാപിയിൽ പൂജ ആരംഭിച്ചിരുന്നു. കാശി വിശ്വനാഥ് ട്രസ്റ്റ് നിയോഗിച്ച പൂജാരിയായിരുന്നു ഇത്തരത്തിൽ പൂജാകർമ്മങ്ങൾ നടത്തിയത്. പൂജയ്ക്ക് സൗകര്യം ഒരുക്കാൻ ഒരാഴ്ചയ്ക്കകം തന്നെ എല്ലാ സൗകര്യങ്ങളും ചെയ്യണമെന്നായിരുന്നു വാരണാസി ജില്ലാ ഭരണകൂടത്തോട് കോടതി ആവശ്യപ്പെട്ടത്. എന്നാൽ ഒറ്റ രാത്രി കൊണ്ട് ഇതിനുള്ള എല്ലാ സൗകര്യവും മജിസ്ട്രേറ്റ് അനുവദിച്ചു നൽകുകയായിരുന്നു. ആരാധനയ്ക്ക് കനത്ത സുരക്ഷയാണ് ഈ പ്രദേശത്ത് ഒരുക്കിയിരിക്കുന്നത്. 30 വർഷത്തിന് ശേഷമാണ് ഇവിടെ പൂജാ ചടങ്ങുകൾ പുനരാരംഭിച്ചിരിക്കുന്നത്. അങ്ങനെ ഇതിന്റെ പശ്ചാത്തലത്തിൽ മുസ്ലിം സംഘടനകളുടെ ഭാഗത്തു നിന്നും ഒരു ബന്ദിനുള്ള ആഹ്വാനം കൂടി വരുന്നുണ്ട്. അവർ ഇതിനോടകം തന്നെ വിവിധ പ്രതിഷേധങ്ങളും സംഘടിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഗ്യാൻവാപിയിൽ വീണ്ടും വലിയൊരു സംഘർഷം ഉണ്ടാകുമോ എന്ന ആശങ്ക രാജ്യത്തിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കോടതി പ്രത്യേകം പറഞ്ഞിരിക്കുന്നത് ക്രമസമാധാന നില ഉറപ്പുവരുത്തണമെന്ന്. ഹൈന്ദവ സംഘടനകളും ഈ വിഷയത്തിൽ പ്രതിഷേധവുമായി തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. നിലവിൽ എന്തായാലും ആരാധന തുടരാമെന്ന് തന്നെയാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.